Welcome to Tasty Buds. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റമദാൻ സ്പെഷ്യൽ ആയിട്ട് പുതിയൊരു ജ്യൂസാണ്. അതായത് നമ്മുടെ മാംഗോ ഫ്രൂട്ടി നമ്മൾ വാങ്ങി കുടിക്കാറുണ്ട്. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 മാംഗോ ആണ്. അൽഫോൺസ മാംഗോ ആണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പഴുത്ത മാംഗോ ഉണ്ടെങ്കിൽ അത് എടുക്കാം. പക്ഷേ അൽഫോൺസ മാംഗോ ആണ് ഒന്നുകൂടി മാങ്ങയാണ് ഒന്നുകൂടി നല്ലത്. അതുകൂടാതെ തന്നെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട്. അത് ഞാൻ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ജ്യൂസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനാവശ്യമുള്ള വേറെയുള്ള സാധനങ്ങൾ ഞാനത് ചേർക്കുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിതിലേക്ക് മാംഗോ ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പച്ച മാങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് നന്നായി തിളച്ച് വരട്ടെ, അത് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം. അപ്പോൾ 10 മിനിറ്റായി ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. മാംഗോ വേറെ നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിനി ഈ മാങ്ങ നമുക്ക് സ്ട്രെയിനറിലേക്ക് അരിച്ച് മാറ്റാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാം. നന്നായി ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ സ്ട്രെയിനറിൽ വെച്ച മാംഗോ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഞാനിതൊരു ബ്ലെൻഡറിലിട്ട് നന്നായി അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. വെള്ളമൊന്നും ചേർക്കരുത്, അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ബ്ലെൻഡറിലിട്ടൊക്കെ നന്നായി അരച്ചെടുത്തു. ഇനി ഇത് നമ്മൾ നന്നായി സീവ് ചെയ്തെടുക്കണം. അതായത് ഇത് നന്നായി നമ്മൾ അരിച്ച് അത് താഴേക്ക് വീഴണം. അതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ടത് അരിഞ്ഞ് അതിൻ്റെ നമ്മൾ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനത് അരിച്ചെടുക്കട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാനത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടത് ഇത്രയും അതിൻ്റെ റെസിഡ്യൂ ആണ്, അതായത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. നമ്മൾ അതിൻ്റെ മാങ്ങയുടെ നാരും ഒക്കെ ബാക്കിയുള്ളൂ. ഇതൊന്നും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ അടുത്ത പ്രൊസീജിയർ പറയാം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് അരിച്ച് കിട്ടിയ മാംഗോ ആണത്. ഇനി അത് വിസ്ക് വെച്ചിട്ട് നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ പഞ്ചസാര പാനിയിൽ വെച്ചിട്ടാണല്ലോ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. ഇനി ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിലർ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാറുണ്ട്. ഞാൻ അതിന് പകരം കുറച്ച് ജിഞ്ചർ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ, അതായത് ഇഞ്ചി നീര്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മാംഗോ ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ജിഞ്ചർ ജ്യൂസിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സാധാരണ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. ഞാനൊരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മളിത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. താഴെ വെച്ചാൽ മതി.
ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരാം. അപ്പോൾ നമ്മുടെ മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മാംഗോ ഫ്രൂട്ടിയൊക്കെ വാങ്ങി കുടിക്കുന്നതിന് പകരം ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്നും പറയാനുള്ളൂ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.